Good afternoon. Good afternoon. Yes, good afternoon. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? PDF കാണാമോ? ആണോ? മഴയാണ്. മഴയൊക്കെ മാറിയില്ലേ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തത് അല്ലേ? റേഡിയേഷൻ റിസ്ക് വരെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് റെഗുലേറ്ററി ബോഡിയാണ്. റെഗുലേറ്ററി ബോഡി, അതായത് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് നിയന്ത്രണവുമായി വിധേയവുമായി ബന്ധപ്പെട്ട ഒരു റെഗുലേറ്ററി ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB, outlined by the central government, is a proficient authority as the regulatory board for granting renewal, withdrawal and revocation consent for nuclear and radiation facilities. റെഗുലേറ്ററി ബോഡി എന്താണ് അവരുടെ ഉദ്ദേശം? അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡി വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വർക്ക് ചെയ്യുന്നത്? അതായത് ഒരു കാര്യനിർവഹണ ബോഡിയാണ് അല്ലെ? കാര്യനിർവഹണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് വർക്ക് ചെയ്യുന്നത്. എന്താണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്? അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. AERB, by the central government. By the central government. ഇപ്പൊ AERBയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? Is a professional authority as the regulatory board for granting, renewal, withdrawal and revocation concerns for nuclear and radiation facilities. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് പരിസ്ഥിതിക്കോ അതേപോലെ തന്നെ ജനങ്ങൾക്കോ എന്തെങ്കിലും റേഡിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ റിസ്കുകളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിനെ അതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഒരു കാര്യനിർവഹണ വിഭാഗമാണിത് റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ AERB എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും റേഡിയേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പുതുക്കുന്നതിനോ റിന്യൂവൽ ചെയ്യുന്നതിനോ വിഡ്രോവൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്താണ് അസാധുവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി ബോഡീസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പ്രധാനമായും പരിസ്ഥിതിക്കോ ജനങ്ങളുടെ ആരോഗ്യത്തിനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നൊക്കെ സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി ബോഡീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്സിന്റെ കീഴിലാണ് ഇത് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ, ഇത് ഏതിന്റെ കീഴിലാണ് വരുന്നത്? ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഓക്കെ, granting, renewal, withdrawal and revocation consent for nuclear and radiation facilities. എന്തെങ്കിലും തരത്തില് അനുമതി നൽകുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുമതി കൊടുക്കൽ അല്ലെങ്കിൽ അത് പുതുക്കല് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യൽ അല്ലെങ്കിൽ എന്താണ് അസാധുവാക്കൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സാണ് റെഗുലേറ്ററി ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആണവോർജ നിയന്ത്രണ ബോർഡിന്റെ കീഴിലാണ് ഇത് വരുന്നത്. AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, മനസ്സിലായത്? AERBയുടെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട്.
AERB expansion പഠിക്കാം. Atomic Energy Regulatory Board. Okay. Next, diagnostic area. Diagnostic area. ഇപ്പൊ രോഗനിർണയം നടത്തുന്ന അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റേഡിയോളജി റൂംസ് ആർ ഷെഡ്യൂൾഡ് എന്നാണോ നിങ്ങളിൽ കിടക്കുന്നത്? സ്കെഡ്യൂൾഡ് എന്നാണോ കിടക്കുന്നത്? ഷെഡ്യൂൾഡ് എന്നാണോ ടെക്സ്റ്റില്? ഓക്കെ, സ്കെഡ്യൂൾഡ്. സ്കെഡ്യൂൾഡ് എന്ന് പറയുന്നത് എന്താണ്? മീനിങ് എന്താണ്? അപ്പോ ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഐസോലേറ്റഡ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. സ്കെഡ്യൂൾഡ് എന്ന് പറയുന്നത് ഐസോലേറ്റഡ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന. So that the people cannot come 1 meter from its outside the walls. The windows are avoided to lessen the penetration of radiation in the nearby area. All walls and doors to be painted washable paint of good quality. As per to Park, Mumbai, the walls of the radiography rooms should be 9-inch thick concrete walls or 14 inches thick brick BRICK brick. Brick masonry walls. Keep minimum furniture, provide ventilation fume hoods, install X-ray machines, and the floor should be able to support a load of heavy machines, particularly if the lab is built on top floors. Diagnostic area പ്രധാനമായിട്ട് എങ്ങനെയായിരിക്കണം വരേണ്ടത്? Radiology rooms are scheduled so that people cannot come 1 meter from its outside the wall. എന്താ പറയുന്നത്? എത്ര ഡിസ്റ്റൻസ് വേണം ഇവിടെ റേഡിയോളജി റൂമുമായി ബന്ധപ്പെട്ട്? അതായത് 1 മീറ്റർ എങ്കിലും മാറി ആയിരിക്കണം എന്ത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ആളുകള് എത്തിപ്പെടുക. അതായത് ആ റൂം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എല്ലാ പ്രദേശങ്ങളുടെ ഇടയിലായിരിക്കും അത് നിൽക്കുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിരിക്കുമോ വരുന്നത്? അല്ല, അല്ല, ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വിൻഡോസ് എങ്ങനെയായിരിക്കും? ഇതിന് വിൻഡോസ് ഉണ്ടോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നിങ്ങൾ കയറിയപ്പോ വിൻഡോസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? വിൻഡോസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? The windows are avoided to lessen the penetration of radiation in the nearby area. നമ്മളെ റേഡിയോളജിയിൽ എപ്പോഴും എന്താണ് റേഡിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വിൻഡോസ് പോസിബിൾ അല്ല. പെൻട്രേഷൻസ് മീൻസ് എന്താണ്? തുളച്ചു കയറുക അല്ലെങ്കിൽ തുഴഞ്ഞു കയറ്റം എന്നൊക്കെ പറയില്ല നമ്മൾ. തുളച്ചു കയറുന്ന തരത്തിലുള്ള റേഡിയേഷൻസ് എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് വിൻഡോസ് അവിടെ അവോയ്ഡ് ചെയ്തിരിക്കണം. ഓക്കെ, വിൻഡോസ് ജനാലകൾ അവിടെ അഭികാമ്യമല്ല. റേഡിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഒരിക്കലും തന്നെ വിൻഡോസ് അവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. Then all walls and doors to be painted washable paints of good quality. All walls and doors to be painted washable paints of good quality. ഇവിടുത്തെ വാളുകൾ എങ്ങനെയായിരിക്കും വരുന്നത്? എങ്ങനെയുള്ള വാളുകളാണ്? വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. എങ്ങനെയുള്ളതാണ്? വാഷബിൾ പെയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ഡോർസും വാളുകളിലൊക്കെ അല്ലെങ്കിൽ ഭിത്തിയിലും അതുപോലെ തന്നെ ഡോറിലൊക്കെ വാതിലൊക്കെ എങ്ങനെയുള്ളതാണ്? വാഷബിൾ ആയിട്ടുള്ള പെയിന്റ്സ്, അത് ഗുഡ് ക്വാളിറ്റീസ് ഉള്ള വാഷബിൾ പെയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇത് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. Then as per to Park means Pahaba Atomic Research Centers. Mumbai, the walls of the radiography room should be 9 inches thick concrete wall or 14 inches thick brick masonry walls. So നമ്മുടെ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? പഹാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെ പ്രകാരം അവരുടെ ആ ഒരു റേഡിയോളജിക്കൽ ആ ഒരു ശുപാർശ പ്രകാരം നമ്മുടെ റേഡിയോളജിയിലെ വാൾസ് അല്ലെങ്കിൽ ഭിത്തികൾ എന്ന് പറയുന്നത് എത്ര ഇഞ്ചസ് തിക്നെസ് ഉള്ളതായിരിക്കണം? എത്ര ഇഞ്ചസ് തിക്നെസ് ഉള്ളതായിരിക്കും? should be 9 inches thick concrete walls അല്ലെങ്കിൽ ഏകദേശം 50 inches thickness ഉണ്ടായിരിക്കും അതിന്. ഓക്കെ, 50 inches thickness ഉള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും അല്ലെങ്കിൽ 14 inches thick ഉള്ള ബ്രിക്ക് മാസണറി വാൾസ് ആണ്. ബ്രിക്ക് അറിയാലോ, എന്താണ് ബ്രിക്ക്?
ബ്രിക്ക് എന്താണ്? യെസ്, കട്ട അല്ലെ, അല്ലെങ്കിൽ ഇഷ്ടികകൾ. ബ്രിക്സ് കൊണ്ടുള്ള വാൾസ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? 9 ഇഞ്ചസ് ഉള്ള കോൺക്രീറ്റ് വാൾസ് അല്ലെങ്കിൽ 14 ഇഞ്ചസ് ഉള്ള തിക്ക് ആയിട്ടുള്ള ബ്രിക്ക് വാൾസും ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്. ദെൻ കീപ് മിനിമം ഫർണിച്ചർ. നമ്മൾ എക്സ്റേ എടുക്കുന്നതിനോ സ്കാൻ ചെയ്യുന്നതിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് ഫർണിച്ചർ അതിനകത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരുപാട് സാധനങ്ങൾ ഇല്ല, ഉണ്ടാകില്ല അല്ലെ? ഇവിടെ മാക്സിമം ഒരു മിനിമം രീതിയിലുള്ള ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കും അതിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോഡ്സ്. പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോഡ്സ്. എന്താണ് പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോഡ്സ് എന്ന് പറയുന്നത്? ഇതിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പുകപടലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടോ? യെസ്, ഇല്ലേ? ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഫ്യൂം ഹുഡ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പുകപടലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള വെന്റിലേഷൻ സൗകര്യം നമുക്ക് ഇവിടെ ആവശ്യമാണ് അല്ലെ? അപ്പൊ വളരെ എന്താണ് ഫ്യൂം ഹുഡ്സ്, ചെറിയ ചെറിയ രീതിയിലുള്ള പുകകൾ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്യൂസ് പോകാനുള്ള ഒരു സംവിധാനം എന്നോണം ചെറിയ രീതിയിൽ വെന്റിലേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം എന്താണ് വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും, വളരെ ചെറിയ രീതിയിൽ മാത്രം. ഓക്കെ, യെസ്. Then install X-ray machine in the corner so that there is enough moving space. നമ്മൾ എക്സ്റേ എടുക്കാൻ കയറുന്ന സമയത്ത് ഈ എക്സ്റേ എടുക്കുന്ന മെഷീന് കുറച്ച് ദൂരെ ആയിരിക്കും, ഒരു കോർണർ സ്പേസിലായിരിക്കും കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഏറിയവർക്ക് അറിയാൻ പറ്റും. യെസ്, അതെ, ഒരു സ്പേസിൽ ഒരു മൂലക്കായിരിക്കും, ഒരു കോർണറിലായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണത്? കൂടുതലായിട്ട് മെഷീൻസിനേക്കാൾ കൂടുതൽ അവിടെ എന്താണ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത സ്പേസ് ഒരു കോർണറിലും അവിടെ മൂവ് ചെയ്യാനായിട്ട് എന്താണ് മൂവിങ് സ്പേസ് കൂടുതൽ കിട്ടുവാണ്. മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്പേസ് അവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ മെഷീൻസ് മാത്രം ഒരു കോർണറിലും നമുക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, then the flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. എന്താ പറയുന്നത്? The flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. എന്താ പറയുന്നത്? അങ്ങനെയുള്ള മെഷീൻസ് ആണ് നമ്മൾ അതിനകത്ത് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള മെഷീൻസ് എന്ന് പറയുന്നത് വളരെയധികം കട്ടി കുറഞ്ഞതാണോ? അല്ല അല്ലെ, ഹെവി മെഷീൻസ് ആണ്. പ്രത്യേകിച്ച് വെയിറ്റ് താങ്ങാവുന്ന, വെയിറ്റ് കൂടുതലുള്ള മെഷീൻസ് ആണ്. അപ്പൊ വെയിറ്റ് താങ്ങാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഫ്ലോർസുകളായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത് അല്ലെ? ഫ്ലോർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? അത്യാവശ്യം ഇത്രയും വെയിറ്റ് ഉള്ള മെഷീൻസിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോർ ആയിരിക്കണം അവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇത്തരം മെഷീൻസിന് സപ്പോർട്ട് കൊടുത്ത് താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ആ ഫ്ലോറുകൾക്ക് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഫ്ലോറുകൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, യെസ്, മനസ്സിലായോ? നമ്മുടെ എക്സ്റേ മെഷീൻസ് അല്ലെങ്കിൽ MRI മെഷീൻസ് എന്നൊക്കെ പറയുന്ന വലിയ ഹെവി മെഷീൻസ് ആണ്. ഓക്കെ, CT ഉൾപ്പെടെ. അപ്പൊ അത്തരം ഹെവി മെഷീൻസിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ആ ഫ്ലോറുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നുകൂടി നോക്കാം. ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്ന എന്താണ്? റേഡിയോളജി റൂംസ് ആർ scheduled so that people cannot come 1 meter from its outside the wall. എന്താ പറയുന്നത്? റേഡിയോളജി റൂം എന്ന് പറയുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന റൂംസുകൾ അല്ലെ? ഒറ്റപ്പെട്ടതിനാൽ ആളുകൾക്ക് അതിന്റെ പുറം ഭിത്തിയിൽ നിന്നാണ് 1 മീറ്റർ അകലെ എന്ന രീതിയിലായിരിക്കണം അവർ ഇരിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ റേഡിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ വിൻഡോസ് അവൈലബിൾ ആയിരിക്കില്ല. എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് വിൻഡോസ് അവിടെ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഓൾ വാൾസ് ആൻഡ് ഡോർസ് എങ്ങനെയുള്ള പെയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്? ഗുഡ് ക്വാളിറ്റീസ് ഉള്ള വാഷബിൾ പെയിന്റ്സ് ആയിരിക്കും ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. Then, as per to the bar, Mumbai's walls, the radiography rooms should be 9 inches thick concrete walls or 14 inches thick brick masonry walls. എന്താണ്? മുംബൈയിലെ നമ്മുടെ
ബാർക്ക് പ്രകാരം, അതായത് മുംബൈയിൽ ഉണ്ടാക്കുന്ന റേഡിയോഗ്രാഫി മുറികളിലൊക്കെ എങ്ങനെയാണ് 9 ഇഞ്ചസ് തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാൾസുകൾ അല്ലെങ്കിൽ 14 ഇഞ്ചസ് ഉള്ള ബ്രിക്ക് മാസണറി വാൾസുകൾ ആയിരിക്കുള്ളൂ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, കീപ് മിനിമം ഫർണിച്ചേഴ്സ്, അല്ല ആവശ്യം മതിയായ രീതിയിലുള്ള ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കും അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. പിന്നെന്താണ് പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോൾസ്, എന്താണ് ചെറിയ രീതിയിലൊരു വെന്റിലേഷൻ സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. അതായത് എന്താണ് വായു സഞ്ചാരം ചെറിയ രീതിയിലെങ്കിലും ആ ഫ്യൂം ഹുഡ്സ് അല്ലെങ്കിൽ പുകയൊക്കെ പുറത്തു പോകുന്നതിന് തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉറപ്പാക്കണം. പിന്നെ എന്താ പറയുന്നത്, എക്സ്റേ മെഷീൻസ് ഒരു കോർണറിലായിരിക്കണം നമ്മൾ സൂക്ഷിക്കുന്നത്. ബാക്കിയുള്ള സ്പേസ് മൊത്തം എന്തിനു വേണ്ടിയിട്ടാണ്, മൂവിങ് സ്പേസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഹെവി മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോർ നല്ല രീതിയിലുള്ള സപ്പോർട്ടീവ് കപ്പാസിറ്റി ഉള്ള തരത്തിലായിരിക്കണം നമ്മൾ തയ്യാറാക്കിയത്. ഓക്കെ, യെസ്, ഇവിടെ ശ്രദ്ധിക്കണം. ബിൽറ്റ് ഓൺ ടോപ്പ് ഫ്ലോർസിൽ, ടോപ്പ് ഫ്ലോർസിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ, ടോപ്പ് ഫ്ലോർസിൽ വരാറുണ്ടോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, വരാറുണ്ടോ? ഇല്ല, ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. ഇൻ കേസ് ഓഫ് ടോപ്പ് ഫ്ലോറിലാണ് വരുന്നതെങ്കിൽ ഫ്ലോറുകൾ അത്യാവശ്യം എങ്ങനെയുള്ളതായിരിക്കണം, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്ലോറുകളായിരിക്കണം. കാരണം ഹെവി മെഷീൻസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ ഡയഗ്നോസ്റ്റിക് ഏരിയ എങ്ങനെയാണെന്ന് റേഡിയോളജി? ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. Radiation protection, also known as radiological protection, is defined by International Atomic Energy Agency as protection of people from injuries, effects of exposure to ionizing radiation, and means for attachments. എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? റേഡിയേഷൻ പ്രൊട്ടക്ഷനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ട്. Okay, it's defined by the International Atomic Energy Agency. അപ്പോ എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? IAEA ആണ്. IAEA എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ആണ്. എന്താണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. അത് എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? Protection of people from injuries, effect of exposure to ionizing radiation, and the means for attaching this. നമുക്ക് ഇവിടെ വരെ നോക്കാം. The protection of people from injuries, effect of exposure to ionizing radiation. അവിടെ വരെ എന്താ പറയുന്നത്? എന്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ഇവിടെ പറയുന്നത്? അയണൈസിംഗ് റേഡിയേഷൻ നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ അഫക്ട്സോ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് എന്ത്? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് അയണൈസിംഗ് റേഡിയേഷൻസ് നടക്കുന്ന സമയത്ത് ആളുകൾക്ക് എന്തെങ്കിലും ഇഞ്ചുറീസോ അഫക്ട്സോ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നതിനെയാണ് നമ്മൾ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയാണ്. ദെൻ ഈ പ്രൊട്ടക്ഷൻ നമ്മൾ 3 രീതിയിലാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷനെ പറയുന്നത്. അത് 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ 3 കാറ്റഗറീസ് അതിൽ വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഓക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ദെൻ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോ എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് മനസ്സിലായോ? അയണൈസിംഗ് റേഡിയേഷൻ നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും എഫക്ട്സോ ഇഞ്ചുറീസോ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്, IAEA. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ആ കാറ്റഗറി നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഓക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. നിങ്ങൾക്കറിയാലോ ഈ റേഡിയേഷൻ, അയണൈസിംഗ് റേഡിയേഷനിൽ വരുന്ന റേസുകൾ എന്ന് പറയുന്നത്, അതായത് രശ്മികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും?
നമ്മുടെ CT ഇതൊക്കെ ചെല്ലുന്ന അല്ലെങ്കിൽ MRI ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏത് തരം റേസുകളാണ് എക്സ്റേ എടുക്കുന്ന സമയത്ത് വരുന്നത്, ഏത് തരം രശ്മികളാണ് വരുന്നത്, എക്സ്റേസ് വരുന്നത് അല്ലെ. എക്സ്റേസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഗാമ റേസസ് ഉണ്ടാവും അല്ലെ. ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള എഫക്ട്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ തരം അയനൈസിങ് റേഡിയേഷൻ മൂലം, ഇത് റേഡിയേഷൻ മൂലം നമുക്ക് എന്ത് തരം എഫക്ട്സുകളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള എഫക്ട്സുകൾ സംഭവിക്കാം? DNA ഡാമേജസ് ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ DNA ഡാമേജസ് സംഭവിക്കാം. അതേപോലെ തന്നെ എന്താണ്, ക്യാൻസേഴ്സ് അല്ലെ, ക്യാൻസർ വരെ വരാനുള്ള സാധ്യത. ഹൈ എനർജിയിൽ നിന്നുള്ള റേഡിയേഷൻസ് ആണ് അവർ വരുന്നത്. ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്കാണ് ആ ഒരു എഫക്ട്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, DNA വരെ നശിച്ചു പോകാനുള്ള തരത്തിലുള്ള റേഡിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ എന്താ പറയുന്നത്, നമ്മുടെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇതിന്റെ റേഡിയേഷൻസിന്റെ എനർജി കൂടുതലായിരിക്കും അല്ലെ. എനർജി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ശരീരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത. പ്രധാനമായിട്ടും വരുന്നത് എന്താണ്, ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എന്താണ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ 3 ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണത് ഒക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, which is the protection of workers in circumstances where their exposure is directly connected with their work. കാരണം occupation radiationൽ വിധേയരാകുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അപ്പോൾ it is the protection of workers in circumstances where the exposure is directly connected with their work. അത് വർക്ക് ചെയ്യുന്ന അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, വർക്ക് ചെയ്യുന്നവർക്കാണ് എന്ത് ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആ മെഷീൻസുമായിട്ട് അവര് വർക്ക് ചെയ്യാണ്. അപ്പൊ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ് ആര്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസിൽ ഉൾപ്പെടുന്നവരാണ് അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നേരിട്ട് സമ്പർക്കം വരുന്നത്. ഓക്കെ, അവരാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ് ആരാണ് വരുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കൂ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ which is the protection of patients exposed to radiation as a part of their diagnostic of treatment. എന്താണ് which is the protection of patients? ഇത് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും? Patients exposed to radiation, yes, പേഷ്യൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരും അല്ലെ. അതായത് പ്രത്യേകിച്ച് രോഗനിർണയം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആർക്കും ഈ ഒരു എഫക്ട്സ് സംഭവിക്കാം. പേഷ്യൻസിനും ഇതിൽ നിന്നുള്ള എക്സ്പോഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്? പേഷ്യൻസുമായിട്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയായിരിക്കും കേട്ടോ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ടു ആരാണ്? അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കേഴ്സ്, സ്റ്റാഫ്, ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പൊ നമുക്കറിയാം ആരാണ്? പേഷ്യൻസ് ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. Public radiation protection, which is the protection of individual members of the public and the population in general. Public radiation protection ആരുമായാണ് വരുന്നത്? അതായത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഓരോ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനുമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസസ് ചില പുറത്തു കൂടി പോകുന്ന അല്ലെങ്കിൽ അനുവാദം ഇല്ലാതെ അകത്തേക്ക് പ്രവേശിച്ച് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ജനങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് സംഭവിക്കാം? ഇത്തരത്തിൽ റേഡിയേഷൻസ് സംഭവിക്കാനുള്ള സാധ്യത. അവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ 3 രീതിയിലാണ്, 3 ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് പ്രകാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പ്രകാരം 3 രീതിയിലുള്ള ടൈപ്സ് പറയുന്നുണ്ട്. PDF കാണുന്നില്ലേ നിങ്ങള്?
ഓക്കെ, മൂന്ന് പ്രൊട്ടക്ഷൻ ഏതൊക്കെയാണ്? ഓക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ടു വർക്കേഴ്സ്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആർക്ക് വേണ്ടിയാണ്? പേഷ്യൻസ്. ദെൻ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ടു ആരൊക്കെയാണ്? പബ്ലിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? Next, measures to be taken for protection. For public എന്നല്ല കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ പേഷ്യൻസ് എന്നാണോ കിടക്കുന്നത്? ഫോർ പേഷ്യൻസ് എന്നാണോ? യെസ്, ഓക്കെ. ഫോർ പേഷ്യന്റ്, ഫോർ സ്റ്റാഫ്, ഫോർ പബ്ലിക്. താഴെയാണ് പബ്ലിക് വരുന്നത് കേട്ടോ. അപ്പൊ മെഷേഴ്സ് ടു ബി ടേക്കൻ ഫോർ ദ പ്രൊട്ടക്ഷൻ. ഈ പ്രൊട്ടക്ഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കരുതൽ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്? പേഷ്യൻസിന് സ്വീകരിക്കേണ്ട എന്തൊക്കെയാണ്, സ്റ്റാഫിന്റെ എന്തൊക്കെയാണ്, പബ്ലിക്കിന് എന്തൊക്കെയാണ്? നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫോർ പേഷ്യൻസ് എന്തൊക്കെയാണ്? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോട്ട്സ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്, periodic calibration of machines and quality control. Then reduce the time spent near the X-ray source. First one, optimization of X-ray or CT dose. എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുന്നത്? നമ്മള് ഇപ്പൊ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനൊരു അളവുണ്ട് അല്ലെ, ആ ഒരു മെഷർമെന്റ് കൃത്യമായിട്ട് അളവില്ല. അതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നമ്മള് ഉത്തമമായ രീതിയിൽ കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കണം അത് കൊടുക്കേണ്ടത് അല്ലെ. റേഡിയേഷൻ കൂട്ടി കൊടുക്കുമ്പോഴാണ് അതിന്റെ എഫക്ട്സ് പേഷ്യൻസിന് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിന് മിതമായിട്ടുള്ള ഒരു പരിമിതമായ ഒരു അളവുണ്ട്, ആ അളവിൽ തന്നെ ആയിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? റേഡിയേഷൻസിന്റെ ഡോസേജ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഷീൽഡിംഗ് ഓഫ് പേഷ്യൻസ്. എന്താണ് ഷീൽഡിംഗ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്? നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എക്സ്റേ എടുക്കുന്ന സമയത്ത് പേഷ്യൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഇട്ട ഡ്രസ്സോട് കൂടി തന്നെയാണോ നമ്മൾ അവിടെ എക്സ്റേ എടുക്കാൻ കിടക്കുന്നത്? നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണോ? നമ്മളെ പേഷ്യൻസിന്റെ ബോഡി പാർട്സ് ഒക്കെ എന്താണ് ഒരു ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് മറയ്ക്കും അല്ലെ. ഒരു ക്ലോത്ത്സ് അല്ലെങ്കിൽ ബ്ലൂ ക്ലോത്ത്സോ അല്ലെങ്കിൽ ബ്ലാക്ക് ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിച്ച് എന്താണ് മറച്ചതിന് ശേഷം ബ്ലൂ ആയിരിക്കും കാണുന്നത് അല്ലെ. അത് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഇപ്പൊ കൈയുടെ എക്സ്റേ ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മറയ്ക്കേണ്ട ഭാഗങ്ങൾ പേഷ്യൻസിന്റെ പാർട്സുകൾ എന്താണ് നമ്മള് സംരക്ഷിച്ചതിന് ശേഷം മാത്രം ആ ഒരു ഭാഗം മാത്രം, ഏത് ഭാഗമാണോ എക്സ്റേ എടുക്കേണ്ട ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഒളിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ക്ലോത്ത്സ് ഉപയോഗിച്ച് മറച്ചതിന് ശേഷം മാത്രം എക്സ്റേ എടുക്കുക. ഓക്കെ, ദെൻ പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ്, അതുപോലെ തന്നെ നമ്മള് ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യില്ല ആ ഒരു സമയത്ത് അല്ലെ. എക്സ്റേ എടുക്കുന്ന സമയത്ത് ഓർണമെന്റ്സസ് ഉണ്ടെങ്കിൽ വാച്ച്, ചെയിന്, ഇയറിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മള് എക്സ്റേ എടുക്കുന്നത്. ഓക്കെ, then periodic calibration of machines and quality control. Periodic calibration of machines and quality control. എന്താ പറയുന്നത്? പീരിയോഡിക് കാലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ മെഷീൻസ് ഒക്കെ എന്താണ് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. എല്ലാ മെഷീൻസും എന്താണ് എന്തെങ്കിലും തരത്തിൽ റിപ്പയറിംഗ് വേണോ, ഡാമേജസ് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പേഷ്യൻസിന് എക്സ്റേ എടുക്കുന്ന സമയത്തൊക്കെ അതിനിടയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാലും അതും ബുദ്ധിമുട്ട്. ചിലപ്പോൾ മെഷീൻസ് ഒക്കെ ഓഫ് ആയി പോയെന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങളോ വൈബ്രേഷൻസ് ഒക്കെ വന്നെന്ന് വരാം. അപ്പൊ ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ടെങ്കിലും എന്താണ് അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിപ്പയർ ചെയ്യേണ്ടത് റിപ്പയർ ചെയ്യുക, ഡാമേജസ് ഉള്ളതാണെങ്കിൽ എന്താണ് അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാകണം അല്ലെ. ഓക്കെ, അപ്പൊ മെഷീൻസിന്റെ ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. Then reduce the time spent near the X-ray source. Reduce the time spent near the X-ray source. എന്താ പറയുന്നത്? നമ്മൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞ ഉടനടി അവിടെ നിന്ന് മാറാറുണ്ട് അല്ലെ. ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാനായിട്ട് പാടില്ല. പേഷ്യൻസ് ഇപ്പൊ എടുത്തതിന് ശേഷം പേഷ്യൻസിനും ഉടനെ തന്നെ നമ്മളോട് പുറത്തേക്ക് ഇറങ്ങിക്കോളാനായിട്ട് അവർ പറയാറുണ്ട് അല്ലെ. അല്ലേ പിള്ളേരെ? നിങ്ങൾ എക്സ്റേ ഒന്നും എടുക്കാറില്ലേ? കൂടെ എങ്കിലും പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ എത്രയും പെട്ടെന്ന് മാറ്റുന്നത്. ഇപ്പൊ പബ്ലിക്കിന് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഷേഴ്സ് ആണ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മള്
CT അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന സമയത്ത് അതിന്റെ ഡോസേജസ് കുറച്ച് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്ത് മിതമായ രീതിയിലുള്ള ഡോസേജസിലായിരിക്കണം എക്സ്റേ അല്ലെങ്കിൽ CT എടുക്കേണ്ടത്. പിന്നെ പേഷ്യൻസിന്റെ പാർട്സുകൾ ഷീൽഡ് ചെയ്തിട്ട് ഒരു ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ എക്സ്റേ എടുക്കേണ്ടത്. ദെൻ എല്ലാ മെഷീൻസും കൃത്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ദെൻ അതേസമയം നമ്മൾ എന്താണ് എക്സ്ട്രാ റിസോഴ്സസിന്റെ അടുത്ത് സ്റ്റേ ചെയ്യാൻ പാടുള്ളതല്ല, സമയം റെഡ്യൂസ് ചെയ്യേണ്ടി വേണം. ഇത്രയും പെട്ടെന്ന് ആ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ മാറേണ്ടതാണ്. ഇത് ഫോർ പേഷ്യൻസിനാണ്. മനസ്സിലായല്ലോ? പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മെഷേഴ്സ് ആണ് സ്വീകരിക്കേണ്ടത്? നെക്സ്റ്റ് ഫോർ സ്റ്റാഫ്. ഇനി സ്റ്റാഫുകൾക്ക് വേണ്ടത് adequate distance 3 meter between machines and control panel. Adequate distance 3 meter between മെഷീൻസ് ആൻഡ് കൺട്രോൾ പാനൽ. നമ്മൾ എക്സ്റേ എടുക്കാനായിട്ട് നമ്മൾ ആ പേഷ്യൻസിനെ അവിടെ കിടത്തുന്ന സമയം നമ്മൾ അവിടെ കിടത്തിയതിനു ശേഷം അവർ ആ പാനലിലേക്ക് പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ നിൽക്കില്ല. എക്സ്റേ എടുക്കാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു പാനൽ ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ കൺട്രോൾസ് ഒക്കെ ചെയ്യുന്ന പാനലിനകത്ത് നിന്നാണ് അവർ എക്സ്റേ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ കിടത്തി കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ നമ്മൾ ആ സൈഡിൽ നിന്ന് ഏകദേശം 3 മീറ്റർ ഡിസ്റ്റൻസിലെങ്കിലാണ് ആ പാനൽ ഇരിക്കുന്നത്. പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊന്നും? ഓക്കെ. റേഡിയോളജി ടെക്നീഷ്യൻസ് ഇരിക്കുന്ന പാനലിനെയാണ് ഈ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് മെഷീൻസ് ഒരു കോർണറിലായിരിക്കും. അത് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് സ്പേസിംഗിൽ ഫർണിച്ചർ, അതായത് ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യും, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനൽ ഉണ്ടാവും. അവിടെ ഇരുന്നിട്ടാണ് ടെക്നീഷ്യൻസ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ആ മെഷീൻസും പാനലും തമ്മിൽ 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അവർക്ക് അതിന് റേഡിയേഷൻസ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Then leave apron, gloves and goggles during the time of positioning the patient. Leave apron, gloves and goggles during the time of positioning the patients. നമ്മൾ ഒരു പേഷ്യൻസിന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അകത്ത് കയറ്റുന്ന സമയത്തും അവിടെയുള്ള സ്റ്റാഫുകളും എന്ത് ധരിച്ചിട്ടുണ്ടായിരിക്കണം? അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അകത്തേക്ക് പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകളും എന്തൊക്കെ ധരിച്ചിട്ടുണ്ടായിരിക്കണം? ഗ്ലൗസസ്, ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകൾ അല്ലെ? അല്ലെങ്കിൽ ഗൗൺസ്, ഇതൊക്കെ ധരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളെ പേഷ്യൻസിനെ അവിടെ പൊസിഷൻ ചെയ്യേണ്ടത്. യൂസ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, TLD, thermoluminescent dosimeters. അല്ലെങ്കിൽ dosimeter instrument that measure exposure to ionizing radiation over a given period. ഇനി നമ്മള് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് ഉപയോഗിക്കും. പ്രത്യേകിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ എന്താണ് റേഡിയേഷൻ എക്സ്പോഷറിന്റെ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കും. പ്രത്യേകിച്ച് TLD പോലത്തെ ഡോസിമീറ്റേഴ്സ്. TLD എന്ന് ഉദ്ദേശിക്കുന്നത് തെർമോലുമിനസെന്റ് ഡോസിമീറ്റേഴ്സ്. അത് നമുക്ക് ബാറ്റസ് ആയിട്ട് ഉപയോഗിക്കാം, പോക്കറ്റ്സിൽ ഉപയോഗിക്കാം, അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ് പിള്ളേരെ നമ്മൾ എത്ര പീരീഡ് ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സോഴ്സ് ഓഫ് പീരീഡിൽ എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, റേഡിയേഷൻ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ മെഷർ ആൻഡ് റെക്കോർഡ് അയനൈസിങ് റേഡിയേഷൻ എക്സ്പോഷർ ബൈ ഡോസിമീറ്ററിൽ നമുക്ക് അതിന്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എത്ര സമയം നമ്മൾ അവിടെ നിന്നിട്ടുണ്ട്, ആ സമയത്ത് എത്രത്തോളം റേഡിയേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുള്ളത് ഡോസിമീറ്ററിൽ കൃത്യമായിട്ട് അതിന്റെ അളവ് കാണിക്കും. ഓക്കെ, അപ്പൊ എല്ലാം അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും എന്താണ് ഈ ഒരു ഡിവൈസസ് കയ്യിലോ അത് ബാറ്റസ് ആയിട്ടോ പോക്കറ്റ്സിലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. ദെൻ മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. പിന്നെ എന്താണ് സ്റ്റാഫുകൾ ചെയ്യേണ്ടത്? മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. എന്താണ് മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്? എന്ത് ചെയ്യണം സ്റ്റാഫുകൾ എല്ലാവരും? റേഡിയേഷൻ എക്സ്പോഷർ എല്ലാ മാസവും നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും തരത്തിൽ അത് കൂടുതലാണോ, റേഡിയേഷൻ എക്സ്പോഷർ കൂടുതലായിട്ടാണോ അവിടെ വെക്കുന്നത്? നമുക്ക് ആ ഡോസിമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അളവ് കൂടുതലാണോ എന്നുള്ളത്. കൃത്യമായിട്ട് നമുക്ക് എന്താണ് അത് ചെക്ക് ചെയ്തിട്ട്
കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്താണ് ഇവിടെ കൊടുക്കുന്ന ഡോസേജ് ഒക്കെ റേഡിയേഷന് നമ്മൾ പറഞ്ഞില്ലേ ഡോസേജസ് കൊടുക്കുമെന്ന്. ആ ഡോസേജസ് കുറച്ചുകൊണ്ട് നമുക്ക് എന്താണ് അളവ് കുറച്ചുകൊണ്ട് ആ റേഡിയേഷൻ എക്സ്പോഷർ നമുക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാഫുകൾ പ്രത്യേകമായിട്ട് സ്വീകരിക്കേണ്ട മെഷേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് പാലിക്കുക. ഏകദേശം 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും എന്തിലുണ്ടായിരിക്കണം? ആ മെഷീനിൽ നിന്നും കൺട്രോൾ പാനലിൽ നിന്നും എന്താണ് 3 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ആവശ്യത്തിനധികം പേഷ്യൻസിന് പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസസ് ഗൂഗിൾസ് ഒക്കെ ധരിച്ചിട്ട് മാത്രമായിരിക്കണം പേഷ്യൻസിനെ പൊസിഷൻ ചെയ്യേണ്ടത്. പിന്നെന്താണ്, ഡോസിമീറ്റർ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതെന്തിനു വേണ്ടിയാണ് ഡോസിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. നമ്മൾ എത്ര സമയമാണ് അവിടെ നിൽക്കുന്നത്, ആ ഒരു പീരീഡിനുള്ള എത്രത്തോളം റേഡിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ്, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. ഓക്കെ, മനസ്സിലായോ? ഫോർ സ്റ്റാഫ്സ്. Next, for public. At a distance from general traffic, use warning board, yellow glove sign for radiation. For public, ഇനി പൊതുജനങ്ങൾക്കായിട്ട് നമ്മൾ എന്തൊക്കെ കരുതൽ മെഷേഴ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് ചെയ്യുന്നത്? At a distance from general traffic. എന്താണ്? നമ്മൾ യാതൊരു മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലായിരിക്കില്ല ഇത് വരുന്നത്. പ്രത്യേകിച്ച് റിസപ്ഷന്റെ ഇടയിലോ ലബോറട്ടറിയുടെ ഇടയിലോ ഒന്നും ആയിരിക്കില്ല എന്ത് വരുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും എന്ത് വരുന്നത്, റേഡിയോളജി വരുന്നത്. പബ്ലിക്കിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മൂലം മറ്റു തരത്തിലുള്ള സമ്പർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ജനറൽ ട്രാഫിക്കിൽ നിന്നും കുറച്ച് മാറിയായിരിക്കും. ഓക്കെ, പിന്നെ യൂസ് വാർണിംഗ് ബോർഡ്, മുന്നറിയിപ്പ് ബോർഡുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് അവിടെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ റേഡിയോളജി ആണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഡിസ്പ്ലേ ബോർഡ്സ് അല്ലെങ്കിൽ വാർണിംഗ് ബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ടാകും. ഒരു മുൻകരുതൽ എന്ന് വേണം. യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. എന്താ പറയുന്നത്? യെല്ലോ ഗ്ലോ സൈൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? തിളങ്ങുന്ന യെല്ലോ കളറിലെ സൈനുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ ഏരിയ എന്ന് കാണിക്കുന്നതിന് വേണ്ടി യെല്ലോ കളറിലായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെ. പിന്നെ ഇറ്റ് ഈസ് ആൾസോ നീഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ഇതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ്സ് clearly seen and it's when the X-ray machine behind the leader door is discharging radiation to prevent unitential entry into the room without wearing radiation protection. നമ്മളിങ്ങനെ മഞ്ഞ കളറിൽ ഇത് കാണിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? മഞ്ഞ കളറിലായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ എക്സ്റേ റൂമിന് പുറത്തേക്കുന്ന സമയത്ത് ഏതെങ്കിലും കളർ കോഡ് കണ്ടിട്ടുണ്ടോ? അവിടെ ഏത് കളറാണ് കണ്ടിട്ടുള്ളത്? ഏത് കളറാണ് കണ്ടിട്ടുള്ളത്? ഒന്നും കണ്ടിട്ടില്ല ടീച്ചറെ അല്ലെ? ആണോ? ഒരു കളറും കണ്ടിട്ടില്ല. ഈ എക്സ്റേയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലായിട്ട് തന്നെ ഒരു കളറും കണ്ടിട്ടില്ല നിങ്ങൾ? ശ്രദ്ധിച്ചിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, റെഡ് കളർ കണ്ടിട്ടുണ്ടാവും അല്ലെ? യെസ്, വെരി ഗുഡ്. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കുക. പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മള് എക്സ്റേയുടെ പുറത്തായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാർണിംഗ് സൈൻസുകൾ കൊടുക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ്സ് സ്ഥാപിച്ചിരിക്കുന്നത്? എക്സ്റേ എടുക്കുന്ന സമയത്ത് പുറത്ത് റെഡ് കളർ കാണാൻ പറ്റുന്നത്. പുറത്തിരിക്കുന്നവരെന്താണ്, ഈ മധ്യത്തില് റെഡ് കളർ ആയിരിക്കും കാണുന്നത്. പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് എക്സ്റേ എടുക്കുന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവിടെ കൊടുക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ട്, യൂണിടെൻഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്രതീക്ഷിതമായിട്ട് ആൾക്കാർ ചിലപ്പോൾ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാർണിംഗ് സൈൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് അകത്ത് എക്സ്റേ എടുക്കൊണ്ടിരിക്കുന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ എന്ത് കാണുന്നത്? ആ റെഡ് കളറിലായിരിക്കും അത് കാണുന്നത്. റെഡ് കളറിലൊരു ലൈറ്റ്സ് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? പുറത്തുനിന്ന് ആൾക്കാർക്ക് അതിനകത്ത് റേഡിയേഷൻ അല്ലെങ്കിൽ എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു വാർണിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റെഡ് കളറിൽ അവിടെ കാണിക്കുന്നത്. ഓക്കെ,
അതായത് ഇപ്പൊ പെട്ടെന്ന് എൻട്രി ചെയ്യുന്ന ആൾക്കാർ എന്താണ് മറ്റൊരു ഗ്ലൗസസോ ഗ്ലാസോ മറ്റ് ക്ലോത്ത്സുകളൊന്നും തന്നെ ധരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്താണ് നേരിട്ട് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക്? ഒന്നും സംഭവിക്കില്ല. റേഡിയേഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ, ഇങ്ങനെ അപ്രതീക്ഷിതമായി കയറി വരുന്നവർക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടാണ് റെഡ് കളറിൽ വാർണിംഗ് സൈൻസ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇനി എക്സ്റേ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നെ ആ റെഡ് കളർ കാണില്ല. എക്സ്റേ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ റെഡ് കളർ പിന്നെ മാറി. ഓക്കെ, എടുക്കുന്ന സമയത്തായിരിക്കും റെഡ് കളറിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ബോർഡ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എക്സ്റേയുടെ പുറത്തായിട്ട് വാർണിംഗ് സൈനുകൾ നമ്മൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സ്റേ എടുക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് എന്താണ് റെഡ് കളർ ലൈറ്റ്സ് കത്തുന്നതും അതിന് വേണ്ടിയിട്ടാണ്. പുറത്ത് നിന്ന് പ്രതീക്ഷിതമായിട്ട് ആൾക്കാരെ ഇൻക്രീസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ പ്രൊട്ടക്ഷൻസിന് വേണ്ടി. അതായത് അവർ കയറുന്നത് പ്രതീക്ഷിതമായിട്ടാണ്. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഗ്ലാസസ് ഉണ്ടാവില്ല, മറ്റൊരു തരം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് റേഡിയേഷൻ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് റെഡ് കളേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? നമ്മള് ഓരോ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പേഷ്യൻസിനും സ്റ്റാഫിനും പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള റേഡിയേഷനിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനുള്ള കുറച്ച് മെഷേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ഫോർ പബ്ലിക് വരെ ക്ലിയർ ആണോ? യെസ്. Next one, the administration must make sure that following. ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റേഡിയോളജി അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? Enlarging and consenting all radiology department policies and course of action for the radiology department. എന്താണ്? അതായത് നല്ല രീതിയിലുള്ള പ്രധാനമായിട്ടും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം നമ്മൾ റേഡിയേഷൻ എക്സ്പോഷർ കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതേപോലത്തെ ആക്ഷൻസ് സ്വീകരിക്കുക എന്നുള്ളതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി so planned that inpatients need not have to wait excessively. എന്താ പറയുന്നത്? ഇവിടെ വാർഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപേഷ്യൻസിനെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇൻപേഷ്യൻസ് ഇപ്പൊ വാർഡിൽ അഡ്മിറ്റ് ചെയ്തവരെ നമുക്ക് എന്താണ് എക്സ്റേസ് അല്ലെങ്കിൽ സി ടി ഒക്കെ എടുക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സമയവും അവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. അതായത് അങ്ങനെ വാർഡിൽ നിന്ന് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ നമ്മൾ അവിടെ പുറത്ത് ഒരുപാട് സമയം അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരുപാട് സമയം നിർത്താതെ എന്താണ് ഒരു കറക്റ്റ് ടൈമിൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ കറക്റ്റ് ടൈമിൽ ഇൻപേഷ്യൻസിനകത്ത് കയറ്റി എക്സ്റേ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനം കൃത്യമായ രീതിയിൽ നടപ്പാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇൻപേഷ്യൻസിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഓക്കെ, then second one എന്താണ്? Department timing are followed according to the hospital policy. Department timings are followed according to the hospital policy. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ടൈം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റൽ പോളിസി പ്രകാരമുള്ള ഒരു ടൈമിംഗ് പീരീഡിൽ തന്നെ ആയിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ പോളിസിയിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള ഒരു കൃത്യമായ ഒരു ടൈം ഉണ്ടായിരിക്കില്ല. ആ ഒരു പരിധി ടൈമിനുള്ളിൽ തന്നെ ആയിരിക്കും ഇതിനകത്തെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. പ്രത്യേകിച്ച് എക്സ്റേ സി ടി എന്ന് പറയുന്നത് നമ്മൾ എക്സ്റേ ഒക്കെ എപ്പോഴും എടുക്കാൻ പറ്റുമോ നമുക്ക്? MRI ഒക്കെ എപ്പോഴും എടുക്കോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ മെഷീൻസ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആണോ? ടൈം ഉണ്ടോ? ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഏത് പാതിരാത്രിയിൽ എടുക്കാൻ പറ്റുന്നത് ഏതാണ്? എക്സ്റേസ് ആണ് അല്ലെ? ഓക്കെ, യെസ്, വെരി ഗുഡ്.
Non-essential waiting time should be averted. Non-essential waiting time should be averted. എന്താണ് non-essential waiting time എന്ന് പറയുന്നത്? പേഷ്യൻസിനാണെങ്കിലും എന്താണ് നമ്മൾ ആവശ്യമില്ലാത്ത സമയം അവിടെ, അതായത് അനാവശ്യമായ സമയത്തിന് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സമയം നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി സമ്പർക്കം പുലർത്തുന്നത് ഏറ്റവും അപകടമാണ് അല്ലെ. ഇപ്പൊ പേഷ്യൻസ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും എന്താണ് ഒരുപാട് സമയം ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ എന്താണ് സമയം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് നേരം പേഷ്യൻസിനൊക്കെ പുറത്ത് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പുറത്തിരുത്തുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രദേശത്ത് ആ ഒരു ഏരിയയിൽ തന്നെ അവിടെ നിർത്തുന്നത് എന്താണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒഴിവാക്കണം. ഓക്കെ, അതായത് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അവിടെ എന്തെങ്കിലും മെഷീൻസിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം നമ്മൾ? അറ്റകുറ്റപ്പണികളും അതിന്റെ പരിഹാര മാർഗങ്ങളും ചെയ്തിട്ട് ആ ഒരു എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പറ്റാത്ത എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. Radiology department must maintain an effective working relationship with the medical staff, administration and other hospital departments and services. പിന്നെന്താ പറയുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ്, മെഡിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേഷൻസ് അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്സ് ആയിരിക്കണം ഹോസ്പിറ്റലുമായി വെച്ച് പുലർത്തേണ്ടത്. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് സർവീസ്. ഇപ്പൊ റേഡിയോളജി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുന്നത് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റ്സിലും ഏതൊരു രീതിയിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? നല്ലൊരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും റേഡിയോളജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, then assessment of the quality exactness of radiology services. Assessment of the quality exactness of radiology services. എന്താ പറയുന്നത്? റേഡിയോളജി സർവീസസ് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സേവനങ്ങളാണോ പേഷ്യൻസിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള റേഡിയോളജി സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ വിലയിരുത്തേണ്ടതുണ്ട്. ഓക്കെ, അതായത് നല്ല ക്വാളിറ്റി സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. Then all the reports are to be signed by the radiologist. All the reports are to be signed by the radiologist. നമ്മൾ എക്സ്റേ എടുത്താലും അല്ലെങ്കിൽ CT എടുത്താലും എന്താണ് കൃത്യമായിട്ട് നമ്മുടെ താഴെ ഡോക്ടറിന്റെ സൈൻ ഉണ്ടായിരിക്കും അല്ലെ. പ്രത്യേകമായിട്ടും റേഡിയോളജിസ്റ്റുകൾ നിർബന്ധമായിട്ടും എല്ലാ റിപ്പോർട്ട്സുകളും സൈൻ ചെയ്തിരിക്കണം. അതായത് എങ്ങനെയുള്ള ഒരു റേഡിയോളജിസ്റ്റ് ആണ്? All the reports are be signed by the radiologist. റേഡിയോളജിസ്റ്റിന്റെ സൈൻ നിർബന്ധമാണ്. സ്റ്റാഫ് മാത്രമല്ല, അവിടെ റേഡിയോളജിസ്റ്റിന്റെ സൈൻ ആ റിപ്പോർട്ട്സിൽ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. There should be well trained and registered radiographers. At least one should be available on call all time. അപ്പൊ നമ്മളൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഏത് സമയത്തും അവിടെ അവൈലബിൾ ആയിരിക്കണം അല്ലെ. നമ്മളെ പെട്ടെന്ന് ഏതെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫർ അവിടെ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ എനി ടൈം ഉണ്ടായിരിക്കേണ്ടതാണ്. Then standard and regulations of atomic energy regulatory board and the division of radiological protection Bhava Atomic Research Center should be clung to. എന്താ പറയുന്നത്? അതായത് ഈ റെഗുലേഷൻസ്, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെഗുലേഷൻസ് ഒക്കെ ഏത് റെഗുലേറ്ററി ബോഡിയുടെ പ്രകാരമാണ്? എന്തൊക്കെയാണ്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പാർക്ക്, ഇവയുടെ എല്ലാം നിർദ്ദേശപ്രകാരമാണോ അല്ലെങ്കിൽ ഇവ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ പ്രകാരമാണോ എല്ലാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് നമ്മൾക്ക് 3 പ്രൊട്ടക്ഷൻസ് വരുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻസിന്റെ അനുസരിച്ചിട്ടാണോ ഹോസ്പിറ്റൽ ആ ഒരു മെഷേഴ്സ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ AERB-യുടെ റെഗുലേറ്ററി ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമാണോ അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്? ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടാണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ആര് ചെക്ക് ചെയ്യേണ്ടതുണ്ട്? അഡ്മിനിസ്ട്രേറ്റർ കൃത്യമായിട്ട് അപ്രഷർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ഈ പേഷ്യൻസിന് നമ്മൾ എക്സസീവ് ടൈം കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പിക്കരുത് ഒരിക്കലും. അതേപോലെ തന്നെ എന്താണ്
ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റ് ടൈം ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവേണ്ടത്. പിന്നെ എസെൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ടൈം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ചുറ്റുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക. പിന്നെ ഏതെങ്കിലും മെഷീൻസിന് എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും, വർക്കിംഗ് റിലേഷൻഷിപ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നല്ല സർവീസസ് ആയിരിക്കണം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ റേഡിയോളജി സർവീസസ് അവർ കൊടുക്കുന്ന സേവനത്തിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ് എല്ലാ റിപ്പോർട്ട്സുകളും റേഡിയോളജിസ്റ്റ് കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഏത് സമയത്തും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കണം, അല്ലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെ നമ്മുടെ എന്താണ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ബാർക്ക് റിസർച്ച് സെന്റർ ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള രീതിയിലാണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, യെസ്, മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്, അപ്പൊ നമ്മൾ റേഡിയോളജി എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.